بسم الله الرحمن الرحيم الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله السميع العليم من الشيطان الرجيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم فلا وربك لا يؤمنون حتى يحكموك فيما شجر بينهم ثم لا يجدوا في أنفسهم حرجا مما قضيت ويسلموا تسليما ആദരണീയരായ വിശ്വാസിനികളെ സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾക്കും നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകൾക്കും പരമാവധി വിധേയരായി ജീവിതത്തിൽ അങ്ങോളം ഇങ്ങോളം അള്ളാഹുവിനെ സൂക്ഷിച്ച് മുത്തഖികളായി ജീവിച്ച് മരിക്കുന്നവരിൽ ഉൾപ്പെടാൻ ശ്രമിക്കണം നമ്മൾ ഓരോരുത്തരുമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, 12 മാസങ്ങളിൽ 11 പ്രത്യേകത നമ്മുടെ നാടുകളിൽ, വിശിഷ്യ മുസ്ലിം ബഹുജന സാമാന്യത്തിനിടയിൽ റബീഉൽ അവ്വലിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നു എന്നത് നമുക്കറിയാവുന്ന സംഗതിയാണ്. റബീഉൽ അവ്വലിന് പ്രാധാന്യമുണ്ട്. റബീഉൽ അവ്വലിൽ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന, പഠിക്കേണ്ടുന്ന ഒരുപാട് കാര്യങ്ങളുമുണ്ട്. ലോകത്തോട് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അവസാന വസിയത്തുകളെല്ലാം വന്നതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ലോകത്തോട് വിട പറഞ്ഞതും അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങളായ വഹയിൻ്റെ അവതരണം അവസാനിച്ചതും എല്ലാം റബീഉൽ അവ്വലിലാണ്. റബീഉൽ അവ്വൽ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം സങ്കടത്തിൻ്റെ, ദുഃഖത്തിൻ്റെ,
വിഷമത്തിന്റെ ബേജാറിന്റെ മാസമാണ് ആവേണ്ടത്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു റബീഉൽ അവ്വലിനെ കുറിച്ച് പറഞ്ഞത്, മദീനയിൽ ചുട്ടുപൊള്ളുന്ന വെയിലായിരുന്നിട്ടും ഞങ്ങൾക്ക് അന്ന് ആ ദിവസം റബീഉൽ അവ്വൽ 12 ആ തിങ്കളാഴ്ച ഇരുട്ടു പരന്ന അനുഭവമാണ് ഉണ്ടായത്. ഞങ്ങളിനി എന്തു വേണം, ഇനി ആരാണ് ഞങ്ങളെ നയിക്കാൻ, ഞങ്ങൾ എങ്ങനെ മുന്നോട്ടു പോകുമെന്ന് ഞങ്ങൾ അറിയാതെ ബേജാറായി പോയ, സങ്കടം കൊണ്ട് കണ്ണു കാണാതായ ദിവസമാണ് ഞങ്ങൾക്ക് റബീഉൽ അവ്വൽ 12. പക്ഷെ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ അവിടെ പട്ടാപ്പകൽ ഇരുട്ടായി അനുഭവപ്പെട്ടു എങ്കിൽ പാതിരാത്രി പട്ടാപ്പകലാക്കി മാറ്റുന്ന നേർവിപരീത സാഹചര്യമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ സഹോദരങ്ങളുടെ പള്ളി മെമ്പറുകളിൽ വായിക്കപ്പെടുന്ന അല്ലെങ്കിൽ ഓതപ്പെടുന്ന എന്ന് നമ്മൾ പറയുന്ന ഇബ്നു നുബാത്തത്തുൽ മിസ്രിയുടെ റബീഉൽ അവ്വലിലെ 5 വെള്ളിയാഴ്ചകളിലെ ഖുതുബകളിൽ രണ്ടാമത്തെ വെള്ളിയാഴ്ചയിലെ ഖുതുബയിൽ അവരുടെ പള്ളികളിൽ ഇന്നും വായിക്കപ്പെടുന്നത് ഇബ്നു നുബാത്തത്തുൽ മിസ്രിയുടെ നിലവിളിയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായതും അന്ന് മദീനയിൽ സംഭവിച്ച കാര്യങ്ങളും മദീന നിവാസികളുടെ ദുഃഖ പാരവശ്യങ്ങളും പള്ളി മിമ്പറിൽ വെച്ച് അർത്ഥം അറിഞ്ഞോ അറിയാതെയോ അല്ലെങ്കിൽ ബഹുജന സാമാന്യത്തിന് മനസ്സിലാവാതിരിക്കാൻ വേണ്ടിയോ വായിച്ചു പോവുകയും അതോടൊപ്പം ആഘോഷങ്ങളുടെ പടക്കങ്ങൾ തിമിർത്താടുകയും ചെയ്യുന്ന വിരോധാഭാസം റബീഉൽ അവ്വലുമായി ബന്ധപ്പെട്ട് മാത്രമുള്ളതാണ്. ഈ പറഞ്ഞ ഗ്രന്ഥം ഇബ്നു നുബാത്തത്തുൽ മിസ്രിയുടെ ഖുതുബകൾ സമാഹരിച്ച ആ ഗ്രന്ഥത്തിന് നമ്മുടെ സഹോദര വിഭാഗത്തിന്റെ തന്നെ അറിയപ്പെടുന്ന പണ്ഡിതന്മാരിൽ ഒരാൾ, പണ്ട് കോഴിക്കോട് വലിയ കാലിയായിരുന്ന ആൾ പരിഭാഷ എഴുതുകയും ആ പരിഭാഷ നമ്മുടെ നാടുകളിൽ പുസ്തക കടകളിൽ വാങ്ങാൻ കിട്ടുകയും ചെയ്യും. ഞാനിങ്ങനെ ഒരു ആമുഖം പറഞ്ഞത് നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് മുസ്ലിം ലോകത്തിന്റെ കാഴ്ചപ്പാട് എന്തായിരുന്നു എന്നും ഇപ്പോഴും നമ്മുടെ നാടുകളിൽ വായിക്കപ്പെടുന്നത് എന്താണ് എന്നും എന്നാൽ നാട്ടിൽ നടക്കുന്നത് മറ്റൊന്നാണ് എന്നും വളരെ ലളിതമായി നമ്മൾ മനസ്സിലാക്കുവാൻ വേണ്ടിയാണ്. സത്യത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഏറെ പഠിക്കേണ്ടുന്ന മാസമാണ് റബീഉൽ അവ്വൽ. ആരായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമുക്ക് എന്തുമാത്രം ആഴത്തിൽ പഠിക്കാനുണ്ട് എന്നും എങ്ങനെയാണ് നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുകരിക്കേണ്ടത് എന്നതുമൊക്കെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ അവസരം നൽകുന്ന മാസമാണ് റബീഉൽ അവ്വൽ. നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ചത് റബീഉൽ അവ്വലിലാണെന്നതിന് ആധികാരികമായ ഒരു തെളിവുമില്ല എന്നു പറയുന്നത് റബീഉൽ അവ്വലിൽ പാരായണം ചെയ്യപ്പെടുന്ന പല മൗലൂദുകളിൽ ഒന്നിൽ തന്നെയാണ്. അവിടുന്ന് ജനിച്ചത് റമദാനിലാണെന്നും റജബിലാണെന്നും റബീഉൽ അവ്വലിലാണെന്നും ഒക്കെ അഭിപ്രായങ്ങളുണ്ട്. ഭൂരിപക്ഷം പണ്ഡിതന്മാരുടെയും അഭിപ്രായം അത് റബീഉൽ അവ്വലിലാണ് എന്ന് എഴുതി വെച്ച ഗ്രന്ഥങ്ങളാണ് വായിക്കപ്പെടുന്നത്. ഒരു വിഭാഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ അത്ഭുതങ്ങളുടെ അതിമാനുഷതയിലേക്ക്, അമാനുഷികതയിലേക്ക് ഉയർത്തുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ ആരോപിക്കപ്പെടുന്നത് ശിർക്ക് കലർന്ന നിലപാടുകളാണ് എന്നത് അറിയാതെ പോവുകയും ചെയ്യും. പ്രകാശ സൃഷ്ടിയാണ്, നിഴലില്ലാത്തയാളാണ് എന്നൊക്കെ പഠിപ്പിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹുവോളം ഉയർത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രാർത്ഥിക്കുന്ന അവസ്ഥയിലേക്ക് വരെ
പ്രവാചക സ്നേഹം അതിരുകവിഞ്ഞ് ആരാധനയിലേക്ക് എത്തിപ്പെടുന്ന ഒരു മേഖലയുണ്ട്. എന്നാൽ മറുവിഭാഗം, മറ്റൊരു വിഭാഗം, അതൊരു പ്രത്യേകതയുമില്ലാത്ത ഒരു കേവല സാധാരണക്കാരനാണ്, നമ്മളെപ്പോലെ ഒരു കേവലനായ സാധാരണക്കാരനാണ് എന്ന് ഇകഴ്ത്തുന്നവരുമുണ്ട്. സത്യം ഇതിൻ്റെ രണ്ടിൻ്റെയും മധ്യത്തിലാണെന്ന് നമ്മുടെ മുസ്ലിമീങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലിരിക്കുന്ന സമയത്ത് അബിസീനിയക്കാരായ കുറച്ച് കുട്ടികൾ, അവരുടെ കൂടെ മദീനയിലുള്ള കുറച്ച് ചെറിയ പെൺകുട്ടികളുമുണ്ട്, അവർ ഒരു ആഘോഷത്തിന്റെ ഭാഗമായി ചെറിയൊരു പാട്ടുപാടി ഇങ്ങനെ കൈകൊട്ടി പാടുമ്പോൾ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കേട്ടിരുന്നു, സ്വഹാബത്തും. അക്കൂട്ടത്തിൽ അവരിൽ ഒരാൾ പാടിപ്പോയി, ഞങ്ങളുടെ കൂട്ടത്തിൽ നാളെ സംഭവിക്കാനിരിക്കുന്നത് എന്നറിയാവുന്ന ഒരു നബിയുണ്ട്. വഫീനാ നബിയുൻ യഅലമു മാ ഫീ ഗദി, നാളെ എന്ത് സംഭവിക്കുമെന്ന് മുൻകൂട്ടി പറയാൻ പറ്റുന്ന ഒരു നബിയുണ്ട്. ആ മക്കളത് പറഞ്ഞത് ഭാവിയിൽ വരാനിരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവചിച്ചിട്ടുണ്ട്. അതോർത്താണ് അവരത് പറഞ്ഞത്. ഖിയാമത്ത് നാളിന്റെ അടയാളങ്ങളായി ഇന്നതൊക്കെ സംഭവിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. ബദറിൽ നാളെ നടക്കാനിരിക്കുന്ന ആളുകളുടെ മരണം ഇന്ന സ്ഥലങ്ങളിലായിരിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ ഓർത്തിട്ടാണ് ആ കുട്ടികൾ വഫീനാ നബിയുൻ യഅലമു മാ ഫീ ഗദി എന്ന് പാടിയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉടനെ ഞാനതിനൊക്കെ പോന്നവനാണ് എന്ന ഭാവം നടിക്കുകയല്ല ചെയ്തത്. ഉടനെ അവിടെ നിന്ന് എഴുന്നേറ്റ് ആ മക്കളോട് ആ പാട്ട് നിർത്താൻ ആവശ്യപ്പെട്ടിട്ട് പറഞ്ഞു, ഖൂലൂ ബി ഖൗലിക്കും ഔ ബി ബഅദി ഖൗലിക്കും, ഇപ്പറഞ്ഞതൊക്കെ കൂടെ ഒന്നും പറയാൻ പാടില്ല, ഇതിൽ ചിലതൊക്കെ പറയാവുന്നതാണ്. ഇന്നമാ അന അബ്ദുല്ലാഹി, ഞാൻ അള്ളാഹുവിൻ്റെ ഒരു ദാസനാണ്, അള്ളാഹുവിൻ്റെ ഒരു അടിമയാണ്, അതിനേക്കാൾ താഴാനും പാടില്ല. വ റസൂലുഹു, എത്ര ഉയർത്തി പറഞ്ഞാലും അത് ഏറ്റവും ഉയരത്തിൽ നിൽക്കുന്നത് ഞാൻ അള്ളാഹുവിൻ്റെ റസൂലുമാണ്, അടിമയാണ്, റസൂലാണ്. ഇതിനിടയിൽ ഒതുങ്ങുന്നത് മാത്രമേ പറയാവൂ. കാരണം ലാ തുത്റൂനി കമാ അത്രത്തിൻ നസ്വാറ ഇബ്നു മറിയം, ഈസ അലൈഹിസ്സലാമിനെ ക്രൈസ്തവർ പുകഴ്ത്തി 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 അദ്ദേഹത്തെ ദൈവവും ദൈവപുത്രനും ത്രിയേകത്വത്തിലെ ഒരു ശക്തിയുമൊക്കെ ആക്കിയതുപോലെ നിങ്ങൾ എന്നെക്കുറിച്ച് അപവാദം, അമിതോക്തികൾ, അന്യായമായി ഇല്ലാ കഥകൾ പറയരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അവരെ തിരുത്തുകയുണ്ടായിട്ടുണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ സാധാരണത്വം ഉണ്ടായിരുന്നു, എല്ലാ നിലയിലുമുള്ള സാധാരണത്വങ്ങൾ ഉണ്ടായിരുന്നു. രോഗം വന്നു, വഫാത്തായി, കുഞ്ഞായി, കല്യാണം കഴിച്ചു, സന്തോഷമുണ്ടായി, പട്ടിണി കിടന്നു, വിശന്നു, തളർന്നു, അങ്ങനെയുള്ള എല്ലാ മേഖലകളും നമ്മൾ അനുഭവിക്കുന്നത് പോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുഭവിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഒരു നമസ്കാരത്തെക്കുറിച്ച് ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് പറയും, റിപ്പോർട്ട് ചെയ്യുന്നൊരു സംഗതി, ഒരു നമസ്കാരം ഒരു അസ്റാണ് എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞത്. 2 റക്അത്ത് നമസ്കരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സലാം വീട്ടിപ്പോയി. നബിയാണല്ലോ നമസ്കാരത്തിൽ സലാം വീട്ടിയത്, അപ്പൊ എന്നാ നിസ്കാരം അസർ 2 റക്അത്തായി ചുരുങ്ങിയിട്ടുണ്ടാകും എന്ന് ആളുകൾ വിചാരിച്ചു. വഹ്യ് വരുന്ന ആളാണല്ലോ, ആരൊന്നും പറഞ്ഞില്ല. അബൂബക്കർ റളിയല്ലാഹു അൻഹു ഉൾപ്പെടെയുള്ള മഹാരഥന്മാർ ആ ഇമാമത്ത് ജമാഅത്തിലുണ്ട്, അവരാരും ഒന്നും മിണ്ടിയില്ല. പക്ഷെ അക്കൂട്ടത്തില് ഒരു ബേജാറ് പിടിച്ച ഒരു ചെറിയൊരു ആളുണ്ട്, ദുൽയദൈൻ എന്നാണ് അദ്ദേഹത്തിന് ഹദീസിൽ പേര് വന്നത്, ഒരു ബേജാറുകാരൻ. അദ്ദേഹം എഴുന്നേറ്റ് ചോദിച്ചു, നബി നിസ്കാരറ്റം കുറഞ്ഞോ, അത് നിങ്ങളറ്റം മറന്നോ, നമസ്കാരം എങ്ങാനും കുറഞ്ഞോ, അതോ നിങ്ങളെങ്ങാനും മറന്നോ എന്ന് ചോദിച്ചപ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ കസുറ വ മാനസിയ, നിസ്കാരൊട്ട് കുറച്ചിട്ടില്ല, ഞാനൊട്ടും മറന്നിട്ടില്ല. സുബ്ഹാനല്ലാഹ്, നമസ്കാരൊട്ട് കുറഞ്ഞിട്ടില്ല, ഞാനൊട്ടും മറന്നിട്ടില്ല. നോക്കൂ നിങ്ങൾ ആ റിപ്പോർട്ട്. അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹുവിൽ നിന്ന്
പിന്നെ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു വചനത്തിൽ നമുക്ക് വായിക്കാൻ കഴിയും, ഇന്നഹു ലൗ ഹദസ ഫി സ്വലാത്തി ശൈഉൻ ലനബഅതുകും ബിഹി. നോക്കൂ ജനങ്ങളെ, നമസ്കാരത്തിൽ എന്തെങ്കിലും ഒരു പ്രത്യേക നിയമം വന്നിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായും ഞാൻ നിങ്ങളോട് മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ടാകും. അപ്പൊ ഒരു നിയമവും വന്നിട്ടില്ല. പക്ഷെ വലാക്കിൻ ഇന്നമാന ബശറും മിസ്ലുക്കും, ഞാനും നിങ്ങളെപ്പോലൊരു മനുഷ്യനാണ്. അൻസാക്കമാ തൻസൗൻ, നിങ്ങൾക്കൊക്കെ മറവി പറ്റുന്നത് പോലെ എനിക്കും മറവി സംഭവിക്കും. ഇപ്പൊ ഞാൻ മറന്നാൽ നിങ്ങൾ എന്നെ പിന്നിൽ നിന്ന് വിളിച്ച് ഓർമ്മപ്പെടുത്തണം. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലെ സാധാരണത്വം വെളിപ്പെടും. തൊട്ടടുത്ത റിപ്പോർട്ടിൽ മറ്റൊരു റിപ്പോർട്ട് നമുക്ക് വായിക്കാൻ കഴിയുന്ന എന്തറിയോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റമളാനിലെ നോമ്പുമായി ബന്ധപ്പെട്ട ചർച്ചകൾ വരുന്നിടത്ത് വിശുദ്ധമായ ഹദീസുകളിൽ ചിലത് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ദിവസം നോമ്പ് മുറിച്ചില്ല, രാത്രി നോമ്പ് തുടർന്നു, അത്താഴവും കഴിച്ചില്ല, നോമ്പ് തുടർന്നു. അടുത്ത ദിവസവും അത് അങ്ങനെ തന്നെയായി. ഇത് കേട്ടറിഞ്ഞ സ്വഹാബികളും നോമ്പ് മുറിക്കാനോ അത്താഴം കഴിക്കാനോ കൂട്ടാക്കാതെ നോമ്പ് തുറന്നുകൊണ്ട്, അതറിഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, വലമ്മ ജാഅത്ത് ഗസവത്തു ഉഹദിൻ വറസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫി അസ്നാഅൽ മഹറക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, ലാ തുവാസിലൂ, നിങ്ങളിങ്ങനെ, വിസ്വാൽ എന്നാണ് അത് അറിയപ്പെടുക, നിങ്ങളിങ്ങനെ നോമ്പ് മുറിക്കാതെ അത്താഴം കഴിക്കാതെ രാവും പകലും തുടർച്ചയായി നോമ്പെടുക്കാൻ പാടില്ല, അത് ചെയ്യരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു. അപ്പോ സ്വഹാബികൾ ചോദിച്ചു, ഇന്നക തുവാസിലു യാ റസൂലല്ലാഹ്, അപ്പൊ നിങ്ങൾ നോമ്പ് മുറിക്കാതെ അത്താഴം കഴിക്കാതെ നോമ്പ് തുടരുന്നുണ്ടല്ലോ നബിയെ, അതെന്താ അങ്ങനെ? നിങ്ങൾക്ക് തുടരും ചെയ്യാം, ഞങ്ങളോട് പാടില്ല എന്ന് പറയാൻ എന്താ കാരണം? അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നേരത്തെ ഇന്നമാന ബശറും മിസ്ലുക്കും, ഞാൻ നിങ്ങളെപ്പോലെ ഒരാളാണ് എന്ന് പറഞ്ഞ അതേ നാവ് കൊണ്ട് പറഞ്ഞു, ഫഖാല ലസ്തു കഹൈഅതികും, ഞാൻ നിങ്ങളെപ്പോലുള്ള ഒരാളല്ല. സുബ്ഹാനല്ലാഹ്, മുഅ്മിനീങ്ങൾ ശരിക്കും മനസ്സിലാക്കണം, രണ്ടും ബുഖാരി റിപ്പോർട്ട് ചെയ്യണം. ഞാൻ നിങ്ങളെപ്പോലുള്ള ഒരു കേവല സാധാരണക്കാരല്ല. നേരത്തെ പറഞ്ഞത് ഞാൻ നിങ്ങളെപ്പോലൊരാളാണ്, നിങ്ങൾക്കൊക്കെ മറവി പറ്റുന്നത് പോലെ എനിക്കും മറവി പറ്റും. പക്ഷെ ഇപ്പോൾ പറയുന്നത് ഇന്നി ലസ്തു കഹൈഅതികും, ഞാൻ നിങ്ങളെപ്പോലൊരു കേവല സാധാരണക്കാരനല്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ കൂട്ടത്തിലെ മുഹമ്മദ്മാരെ പോലുള്ള ഒരു മുഹമ്മദായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തരം താഴ്ത്തിക്കൂടാ, നമ്മളെപ്പോലുള്ള ഒരു മനുഷ്യനായി കാണാം എന്നർത്ഥം. എന്നിട്ട് ആ പ്രത്യേകത പറഞ്ഞു നോക്കാണ്, ഇന്നി അബീതു ലീ മുതഇമു യുതഇമുനി വസാഖി യസ്ഖീൻ റവാഹുൽ ബുഖാരി. ഞാൻ രാത്രി താമസിക്കുമ്പോൾ, രാപ്പാർക്കുമ്പോൾ, ഉറങ്ങുമ്പോൾ എനിക്ക് ആരോഗ്യം നൽകുന്ന ഭക്ഷണം നൽകാനും വെള്ളം നിർജ്ജലീകരണമില്ലാതെ എന്നെ കാത്തുരക്ഷിക്കാനുമുള്ള സംവിധാനങ്ങൾ അള്ളാഹു ഒരുക്കി തന്നിട്ടുണ്ട്, അത് നിങ്ങൾക്കില്ല എന്ന്. അപ്പോ ഈ രണ്ടിനും ഇടയിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ സാധാരണക്കാർ ഉൾക്കൊള്ളുന്നത് പോലെ ഈ അങ്ങാടികളിലൂടെ നടക്കുന്ന നമ്മളെ പോലുള്ള ഒരു കേവല സാധാരണക്കാരൻ എന്ന അർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇകഴ്ത്താവതല്ല. എന്നാൽ ആകാശത്തോളം മുട്ടുന്ന, അള്ളാഹുവോളം മുട്ടുന്ന ആരാധ്യനായ ഒരു മനുഷ്യന്റെ സ്ഥാനത്തേക്ക് ഉയർത്താനും പാടില്ല എന്നർത്ഥം. ഇതിന് രണ്ടിനുമിടയിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസ്ഥയുള്ളത്. ഇതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറ്റു രണ്ട് സന്ദർഭങ്ങൾ കൂടി നോക്കാനും, വലമ്മാ ജാഅത്ത് ഗസ്വത്തു ഉഹദ്, ഉഹദ് യുദ്ധത്തിന്റെ സന്ദർഭത്തിൽ വറസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫി അസ്നാഅൽ മഅറക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധരംഗത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ലം യറ അൽ ഹുഫ്ര, അബൂ ആമിർ റാഹിബ് എന്ന ജൂത പുരോഹിതന്റെ കുതന്ത്രത്തിൽ മദീനയിലെ മുനാഫിക്കുകൾ ഉഹദിൽ കുഴിച്ചു വെച്ചിരുന്ന ഒരു കുഴി, ഒരു ചതിക്കുഴി ഉണ്ടായിരുന്നു. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടില്ല. ഫസഖത ഫീഹാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ വീണു.
വീണു എന്ന് മാത്രമല്ല ഫർത്തമ വജുഹു ഷരീഫ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖത്ത് മുറിവായി, ബിൽ ഹജരി കല്ലുകൊണ്ട് മുറിവായി, വ കസ്റത്ത് അസ്നാനുഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പല്ലുകൾ രണ്ടെണ്ണം പൊട്ടിപ്പോയി, വ സാല ദമു അലാ വജ്ഹിഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖത്തുകൂടെ ആ മുറിപ്പാടിൽ നിന്ന് ധാരധാരയായി രക്തമൊഴുകി, വ തഅല്ലമ ദഹ്റുഹു മുതുകുകുത്തിയാണ് മുറകുത്തിയാണ് വീണത് എന്നതുകൊണ്ട് മുതുകിന് പിന്നെ ദിവസങ്ങളോളം വേദനയും ഉണ്ടായി. അവിടെ എന്താണ് സംഭവിച്ചത്? നമ്മളെപ്പോലെ ഒരു മനുഷ്യനാണ് എന്നതുകൊണ്ടാണ് ഇതൊക്കെയും അനുഭവിച്ചത്. എന്നാൽ തൊട്ടിപ്പുറത്ത് മറ്റൊരു രംഗം നമുക്ക് കാണാം. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു റിപ്പോർട്ടുണ്ട്, അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ ദഅ ബി ഇനാഇൻ മിൻ മാഇൻ. തബൂക്ക് യുദ്ധയാത്രയിൽ കുടിക്കാൻ വെള്ളമില്ലാതെ നെട്ടോട്ടമോടുന്ന ദുരിതത്തിലായ ഒരു സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹു സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, അല്ലാഹുവിന്റെ ദൂതരെ, നമുക്ക് ഓരോ ഒട്ടകങ്ങളെ ദിവസവും വെച്ച് അറുക്കാം, എന്നിട്ട് അവയുടെ പൂഞ്ഞ വെട്ടി അതിന്റെ കൊഴുപ്പ് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി നമ്മുടെ കാളുകൾക്ക് കൊടുക്കാം. അവരുടെ വായു നനയാൻ, ചുണ്ടുകൾ നനയാൻ അതുകൊണ്ട് നമുക്ക് സാധിക്കും, നനക്കാൻ സാധിക്കും. അത്രയും ദുരിതത്തിലായ ഒരു സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ ദഅ ബി ഇനാഇൻ മിൻ മാഇൻ, ഒരു വെള്ളപ്പാത്രം കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു. ഫവളഅ അസാബിഅഹു ഫീഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിരലുകൾ ആ വെള്ളപ്പാത്രത്തിലേക്ക് താഴ്ത്തി വെച്ചു. ഖാല അനസ്, ഈ സംഭവത്തിന് ദൃക്സാക്ഷിയായ അനസ് റളിയല്ലാഹു അൻഹു പറയാം, ഫജഅൽതു അൻദുറു ഇലൽ മാഇ യംബുഉ മിൻ ബൈനി അസ്വാബിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിരലുകൾക്കിടയിലൂടെ വെള്ളം ധാരധാരയായി ആ വെള്ളപാത്രത്തിലേക്ക് ഒഴുകി വരുന്നത് ഞാൻ ഇങ്ങനെ കണ്ടുകൊണ്ട് നിന്ന് ഒരുപാട് സമയം. അതാണ് ഇപ്പോഴും അവിടെ പള്ളി മിമ്പറിൽ നമ്മളെ നവാത്തി ഖുതുബയിൽ പറയാം, അല്ലദീ അഖ്റജ മിൻ ബൈനി അസ്വാബിഹിൽ മാ എന്ന്. ആ ഖുതുബ കേൾക്കുന്ന ആളുകൾക്കറിയാം എന്താണ് ഈ പറയുന്നത് എന്ന് മനസ്സിലാവാതെ പോകുന്നതാണ് സംഭവം. അപ്പോ അനസ് റളിയല്ലാഹു അൻഹു ഫജഅൽതു അൻദുറു ഇലൽ മാഇ യംബഉ മിൻ ബൈനി അസ്വാബിഹി, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിരലുകൾക്കിടയിലൂടെ വെള്ളം ധാരധാരയായി ഒഴുകി വന്നു. അവിടെ എന്തല്ല നേരത്തെ കുഴിയിൽ വീണ ആ സാധാരണത്വത്തിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പുറത്തു കിടക്കുന്നു. ഒരു അസാധാരണത്വം അവിടെ പ്രകടമാകുന്നു. ഫഹസർതു മൻ തവല്ലഅ, ആ വെള്ളം കൊണ്ട് കുളിക്കുകയും കുടിക്കുകയും ഒന്നുവോ എടുക്കുകയും ചെയ്ത ആളുകളെ ഞാനൊന്ന് എണ്ണിക്കണക്കാക്കി നോക്കി. അപ്പം മാബൈന സബഈന ഇല 80 റവാഹുൽ ബുഖാരി. 70-നും 80-നും ഇടക്ക് ആളുകൾക്ക് കുടിക്കാനും കുളിക്കാനും ഒന്നുകൊടുക്കാനും സൂക്ഷിച്ചു വെക്കാനുമുള്ള വെള്ളം ആ വിരൽപ്പാടുകൾക്കിടയിലൂടെ വന്നു. അപ്പോ അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന സംഗതിയുള്ളത്. റബീഉൽ അവ്വൽ, ഞാൻ പറഞ്ഞല്ലോ, റബീഉൽ അവ്വൽ നമുക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൗതുകങ്ങൾ പഠിക്കാനോ മദ്ഹ് പാടാനോ ഉള്ളതല്ല, തിരിച്ചറിവിന്റെ കാലമാണ്. ഇതിന് മൂന്നാമത്തെ മേഖലയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവ സവിശേഷതകളിലെ അത്ഭുതങ്ങൾ. 40 വയസ്സ് ആളുകൾക്കിടയിൽ പട്ടിണിയും പരിവട്ടവും കഷ്ടപ്പാടും ഒക്കെയായി ജീവിച്ചിട്ട് 40-ാമത്തെ വയസ്സിൽ തന്റെ പ്രവാചകത്വത്തിന് തെളിവായി ഒരു കുതിരപ്പട്ടാളത്തെ കുറിച്ച് വെറുതെ പറഞ്ഞപ്പോൾ വാളൂരി ആ കുതിരപ്പട്ടാളത്തോട് പോരാടാൻ ഇറങ്ങി പുറപ്പെട്ട മക്കാ ഖുറൈശികളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നുണ്ട്, എവിടേക്കാണ് നിങ്ങൾ പോകുന്നത്? അപ്പൊ അവര് പറയുന്നത്, ആ കുതിരപ്പടയോട് പോരാടാൻ. ഏത് കുതിരപ്പട? താങ്കളല്ലേ അല്ലമീൻ പറഞ്ഞത് കുതിരപ്പട അവിടെ ഉണ്ട് എന്ന് അവരോട്. അത് ഞാൻ പറഞ്ഞങ്ങൾ അങ്ങനെയാണ് വിശ്വസിക്കോ? എന്തുകൊണ്ട് വിശ്വസിക്കൂല? അവരിങ്ങോട്ട് എന്താ കാരണം എന്ന് ചോദിച്ചപ്പോ അവർ പറഞ്ഞെന്താ അറിയോ? യാ മുഹമ്മദ് മാ ജറബ്നാക ഇല്ലാ സിദ്ഖാന, ഇത്രയും കാലമായിട്ട് മാ ജറബ്നാക കദിബ, താങ്കളിൽ നിന്ന് ഒരു കള്ളത്തരവും ഞങ്ങൾക്ക് അനുഭവമില്ല, സത്യസന്ധമായതല്ലാതെ യാതൊന്നും താങ്കളിൽ നിന്ന് ഞങ്ങൾക്ക് അനുഭവമില്ല. സ്വഭാവ സംബന്ധിയായ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലെ അസാധാരണത്വം, സ്വഭാവ സംബന്ധിയായ അസാധാരണത്വം. മുഅ്ജിസത്തിന്റെ ഭാഗമായി മറ്റൊന്ന് നോക്കുകയാണ്, അല്ലദീ യുസല്ലിമു അലൈഹിൽ അസ്ജാറ വൽ അഹ്ജാർ എന്നാണ്. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നടന്നു പോകുന്ന വഴിയിലൂടെ പ്രവാചകത്വത്തിന്റെ മുമ്പുള്ള കാലങ്ങളിൽ തന്നെ ചില കല്ലുകളും മരങ്ങളുമൊക്കെ സലാം പറയുമായിരുന്നു. അസ്സലാമു അലൈക യാ നബിയല്ലാ എന്ന് പറയുമായിരുന്നു. 4 ഭാഗവും നബി തിരിഞ്ഞു നോക്കുമ്പോ ആരെയും കാണൂല, ആരോടാണ് ഈ പറഞ്ഞതെന്ന് അറിയില്ല.
പിൽക്കാലത്ത് മദീന ജീവിത കാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് ഓർമ്മ അയവിറക്കിയപ്പോൾ പറഞ്ഞു, ആ കല്ല്, അങ്ങനെ സലാം പറഞ്ഞിരുന്ന ഒരു കല്ല് ഇപ്പോഴും എവിടെയാണുള്ളത് എന്ന് എനിക്കറിയാം. അപ്പൊ മുജാഹിദുകളെ, നമ്മൾ മുഅ്മിനീങ്ങളെ നമ്മൾ വിചാരിക്കുന്നത് പോലുള്ള ഒരു സാധാരണക്കാരനല്ല. നമ്മൾ കുറച്ചുകൂടെ ഉയർന്ന് ചിന്തിക്കേണ്ടതുണ്ട്, കുറച്ചുകൂടെ ആദര ബഹുമാനങ്ങൾ നൽകേണ്ടതുണ്ട്. മാത്രമല്ല, നമ്മളുടെ ആരുടെയും പേരുകൾ കേൾക്കുമ്പോഴല്ലല്ലോ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുന്നത്. വാപ്പാന്റെ പേര് മുഹമ്മദാണ്, വല്യാപ്പ വാപ്പാനെ മുഹമ്മദ് എന്ന് വിളിക്കുമ്പോൾ ഉമ്മയും പേരക്കുട്ടികളൊന്നും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയണില്ലല്ലോ, അല്ലേ? ഈ ഒരു പേര് കേൾക്കുമ്പോൾ അത് നബി എന്ന് കേട്ടാലും റസൂൽ എന്ന് കേട്ടാലും മുഹമ്മദ് എന്ന് കേട്ടാലും മുസൽമാന്റെ മനസ്സിലും നാവിലും ചുണ്ടിലും അറിയാതെ വരും എന്ത്? സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെ നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പോലെ ഒരാളല്ല. എന്നാൽ ഇതേ മക്കാ ഖുറൈശികൾ തന്നെ പിൽക്കാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തകർക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പലതരത്തിലുള്ള ആവശ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. താങ്കളുടെ പ്രവാചകത്വം ഞങ്ങൾ അംഗീകരിക്കണമെങ്കിൽ താങ്കൾ ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തരണം. താങ്കളുടെ കാൽക്കീഴിൽ നിന്ന് ഇപ്പോൾ ഒരു അരുവി പുറപ്പെടുവിച്ച് കാണിച്ചു തരണം. അല്ലെങ്കിൽ നിറയെ ജലസ്രോതസ്സുകളുള്ള ഒരു ഈത്തപ്പനത്തോട്ടവും മുന്തിരിത്തോട്ടവും താങ്കൾക്ക് ഇവിടെ ഉണ്ടാക്കി കാണിക്കാൻ സാധിക്കണം. അല്ലെങ്കിലോ ഖിയാമത്ത് നാളാകുമ്പോ ആകാശം പൊട്ടി വീഴുന്നൊക്കെ താങ്കൾ പറയുന്നുണ്ടല്ലോ, ഒരു കഷ്ണം ഇപ്പൊ തന്നെ വീണ് കാണണം എന്നൊക്കെ അവർ പറഞ്ഞ് അള്ളാഹുവും മലക്കുകളും ഇങ്ങോട്ട് വരിവരിയായി ഞങ്ങളുടെ മുമ്പിലിട്ട് വന്ന് നിൽക്കണം, അതിന് താങ്കൾക്ക് കഴിയണം. അല്ലെങ്കിൽ സ്വർണാലങ്കാരങ്ങളുള്ള ഒരു വീടങ്ങ് താങ്കൾക്കുണ്ടാവണം. അല്ലെങ്കിൽ താങ്കൾ ആകാശത്തേക്ക് കയറിപ്പോകണം. ഞങ്ങൾ അങ്ങനെ പോയി എന്ന് പറഞ്ഞാലൊന്നും വിശ്വസിക്കൂല, ഞങ്ങളിവിടെ നോക്കി നിൽക്കും. അപ്പൊ കീറിപ്പോകണം, അത് വെറും കൈയോടെ പോകണം. എന്നിട്ട് തിരിച്ചു വരുമ്പോ തിരിച്ചു വരുമ്പോ താങ്കളുടെ കയ്യിൽ വായിക്കാൻ പറ്റുന്ന ഒരു കിതാബ് ഞങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റണം. ഇതൊക്കെ ചെയ്താലേ ഞങ്ങൾ അങ്ങയെ പ്രവാചകനായി അംഗീകരിക്കുകയുള്ളൂ എന്ന് പറഞ്ഞ മക്കാ ഖുറൈശികളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാൻ അല്ലാഹു ആവശ്യപ്പെട്ട ഖുൽ സുബ്ഹാന റബ്ബി ഹൽ കുന്തു ഇല്ലാ ബശറൻ റസൂല. ഈ പറഞ്ഞതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് കഴിയുമോ? ഇല്ലല്ലോ, ഞാനും നിങ്ങളെ പോലെ ഒരാളല്ലേ, എനിക്കും കഴിയില്ല. അവിടെയാണ് മരിച്ചാലും വിളി കേൾക്കുന്ന, എവിടെ നിന്നാലും വിളി കേൾക്കുന്ന, എന്ത് കാര്യവും ചെയ്യാൻ കഴിയുന്ന അതിമാനുഷനാണ് അമാനുഷനാണ് എന്ന സകല വാദങ്ങളും പൊളിഞ്ഞു തകരുന്നത്. പരിശുദ്ധ ഖുർആൻ സൂറത്ത് ഇസ്രാഇന്റെ ഈ 90 ആയത്ത് മുതൽ 94 വരെയുള്ള വചനങ്ങൾ വായിക്കുമ്പോഴാണ്. യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ആദരിക്കേണ്ടത് മറ്റൊരു രൂപത്തിലാണ് എന്നർത്ഥം. ശരിയായ വ്യക്തിത്വത്തെ പഠിച്ച് ഇൻസാനുൽ കാമിൽ എന്നാ പറയാ, പരിപൂർണനായ മനുഷ്യത്വത്തിന്റെ പരിപൂർണതയിലേക്ക് എത്തി എല്ലാ വിധത്തിലുള്ള നന്മകളുടെയും ഒരു പ്രതിരൂപമായി, എല്ലാ തരത്തിലുള്ള നന്മകളുടെയും മാതൃകയായി ജീവിച്ചപ്പോൾ തന്നെ മനുഷ്യനുണ്ടാകുന്ന എല്ലാ വിധത്തിലുള്ള ദുരിതങ്ങളും ദുഃഖങ്ങളും അനുഭവിച്ച് ജീവിക്കേണ്ടി വന്ന ഒരു മഹാമനീഷിയായിരുന്നു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നത് മുസ്ലിമീങ്ങൾ ഉൾക്കൊള്ളേണ്ടതുണ്ട്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ പഠിപ്പിച്ചത്. അവിടെ ഒതുങ്ങി നിൽക്കുക എന്നതാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഉൾക്കൊള്ളേണ്ടുന്ന, സ്വീകരിക്കേണ്ടുന്ന മാർഗം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി അൽദി ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ് വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിനാ വഹബീബിനാ മുഹമ്മദിൽ അമീൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ അയ്യുഹൽ ഇഖ്വാനി തഖുല്ലാഹ വകൂനു ഇബാദല്ലാഹ്. ബഹുമാന്യരെ, അള്ളാഹുവിന്റെ വിനീത വിധേയരാവാൻ, ഇഷ്ടദാസന്മാരാവാൻ അള്ളാഹു നമ്മളെയും നമ്മുടെ കുടുംബങ്ങളെയും അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം
ഏറെ ആദരിക്കപ്പെടേണ്ടവനും ഏറെ പുകഴ്ത്തപ്പെടേണ്ടവനുമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി മദഹ് പറയാത്ത, പുകഴ്ത്താത്ത, ആദരിക്കാത്ത, ബഹുമാനിക്കാത്ത ഒരാൾക്ക് മുസ്ലിം എന്ന് പറഞ്ഞുകൂടാ. അയാൾ മുസ്ലിം അല്ല എന്നതിന് പരിശുദ്ധ ഖുർആനിലും തിരുസുന്നത്തിലും ധാരാളം തെളിവുകളുണ്ട്. താൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുന്നത് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദഹാണ്. ലോകത്തൊരു മനുഷ്യന് വേണ്ടി കോടിക്കണക്കിന് മനുഷ്യർ നിരന്തരമായി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക എന്നത്, അവരുടെ ആരാധനകൾ, നിത്യജീവിതത്തിലെ നമസ്കാരങ്ങൾ ശരിയാവണമെങ്കിൽ ആ മഹാമനീഷിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന നിർബന്ധമായും ഉണ്ടായിരിക്കണം എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കിയതാണ് റസൂലിന്റെ പേരിലുള്ള സ്വലാത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദ്ഹ് തന്നെയാണ്. പുകഴ്ത്തി പറയാൻ ഏറെ അർഹതപ്പെട്ടതും പുകഴ്ത്തിപ്പറയൽ സുന്നത്തായതുമായ ഒരു വ്യക്തിത്വമായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സദസ്സ് സംഘടിപ്പിക്കുന്നു. ആ സദസ്സ് പിരിയുന്നതിന് മുമ്പ് അവിടെ എൻ്റെ മേൽ സ്വലാത്ത് ചൊല്ലിയിട്ടില്ലെങ്കിൽ, എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടില്ലെങ്കിൽ, കാനലഹു തിറത്ത് യൗമൽ ഖിയാമ, ആ സദസ്സിൽ പങ്കെടുത്തവർക്ക് അത് പരലോകത്ത് സങ്കടത്തിന് കാരണമായി തീരും. അത് നബിയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലാത്ത ഒരു സദസ്സ് പരലോകത്ത് സങ്കടമായി തീരും അവർക്ക് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അൽ ബഖീലു മിൻ ഉമ്മത്തി മൻ ദുക്കറ ഇൻദ ഹുസ്മി ഫലം യുസല്ലി അലയ്യ, എന്റെ പേര് കേട്ടിട്ട് ഒരു സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയാൻ തയ്യാറില്ലാത്തവനാണ് ഈ സമുദായത്തിലെ ഏറ്റവും വലിയ പാപ്പരായ മനുഷ്യൻ, ഒന്നിനും പറ്റാത്ത മനുഷ്യൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അവ്വലുമൻ യൻസഖുൽ ഖബ്റു അന വലാ ഫഖർ, ഖിയാമത്ത് നാളിൽ ആദ്യമായി ഖബറിടം തുറന്ന് പുറത്തു വരുന്നത് ഞാനായിരിക്കും, അത് ഞാനൊരു പൊങ്ങച്ചം പറഞ്ഞതല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അന അവ്വലു ശാഫിഈൻ വ അവ്വലു മുശഫഈൻ, ഖിയാമത്ത് നാളിൽ മഹ്ശറിൽ ആദ്യമായി ശുപാർശ പറയാൻ അനുവാദം ലഭിക്കുന്നത് എനിക്കായിരിക്കും, എന്റെ ശുപാർശയാണ് അല്ലാഹു ആദ്യമായി സ്വീകരിക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അന സാഹിബുൽ ലിവായിൽ ഹംദ്, വിശ്വാസികളുടെ അടയാളമാകുന്ന ലിവാഉൽ ഹംദ് എന്ന കൊടി പതാക വഹിക്കാനുള്ള ആദരവ്, അർഹത എനിക്കാണ് അല്ലാഹു നൽകുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അന സാഹിബു ഹൗലുൽ കൗസർ, ഹൗലുൽ കൗസറിന്റെ ഉടമസ്ഥനും ഞാനായിരിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അനൽ മാഹി അനൽ ഹാശിർ അന അഹ്മദ് അന മുഹമ്മദ്, ഞാൻ മനുഷ്യരുടെ തെറ്റുകൾ മാപ്പാക്കാനുള്ള മാർഗം മായ്ച്ചു കളയാനുള്ള മാർഗം ചൂണ്ടിക്കാണിക്കാൻ വന്നവനാണ്, ജനങ്ങളെ ഒരുമിപ്പിക്കാൻ വന്നവനാണ് എന്നിങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ നമ്മളെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അപ്പൊ നബിയുടെ മദ്ഹ് പറയുക എന്നതിന് മുസ്ലിം ലോകം എതിരല്ല. പക്ഷെ ആ മദ്ഹ് പരിധി വിട്ട് അന്ത മുൻജീനാഗതൻ മിൻ ജഹന്നമ എന്നൊക്കെ പറയുമ്പോ, നാളെ ഞങ്ങളെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താനുള്ളത് താങ്കളാകുന്നു എന്നൊരാൾ പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ നമുക്ക് വിശ്വാസികൾക്ക് സാധിക്കുകയില്ല, പാടില്ല. കാരണം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ട് തന്നെ പറയിപ്പിച്ചത് ഖുൽ ലൻ യുജീറനി മിനല്ലാഹി അഹദുൻ വലൻ നജിറ മിൻ ദൂനിഹി മുൽതഹദാ എന്നാണ്. അല്ലാഹുവിന്റെ പിടുത്തത്തിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്താൻ നിങ്ങളിൽ ഒരാൾക്കും കഴിയുകയില്ല, അല്ലാഹുവിൽ നിന്നുള്ള ഒരു രക്ഷകനെ എനിക്ക് വേറെ കാണാനും കഴിയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയിപ്പിച്ചിട്ടുണ്ട് എന്ന് പ്രിയപ്പെട്ടവർ മനസ്സിലാക്കുക. ഖുൽ ലൻ യുജീറനി മിനല്ലാഹി അഹദുൻ വലൻ നജിദ മിൻ ദൂനിഹി മുൽതഹദ, സൂറത്ത് ജിന്നിന്റെ 22-ാമത്തെ ആയത്ത് അങ്ങനെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ട് പറയിപ്പിച്ചു. ഖുൽ മാ കുന്തു ബിദഅൻ മിനർ റുസുൽ വമാ അദ്രി മാ യുഫഅലു ബി വലാ ബിക്കും, നാളെ എന്ത് സംഭവിക്കുമെന്നോ എന്നെയും നിങ്ങളെയും അല്ലാഹു എന്ത് ചെയ്യുമെന്നോ എനിക്ക് കൃത്യമായ ഒരു ധാരണയില്ല. ഞാൻ പ്രവാചകന്മാരിൽ പുതിയ ആളൊന്നുമല്ല, പണ്ടുള്ളവരൊക്കെ പറഞ്ഞത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് എന്ന നിലപാട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ നമ്മളിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അദ്ദുകൽ മിസ്കീനു യർജു ഫളലകൽ ജമ്മൽ ഗഫീർ ഫീക ഖദ് അസൻത ലന്നി യാ ബശീറു യാ നദീറു എന്നാണ്.
ബഷീർ നദീറുമായ പ്രവാചകരെ, ഞങ്ങളുടെ എല്ലാ പാപങ്ങളും പൊറുക്കാൻ അടിമയായ അങ്ങയുടെ അടിമയായ എനിക്ക് അങ്ങല്ലാതെ മറ്റേ യാതൊരാളുമില്ല എന്ന് പറയുന്നത് ഈ റബീഉൽ അവ്വലിന്റെ പേരിൽ നബിയുടെ മദ്ഹാണ് എന്ന ഭാവത്തിലാണ്, പച്ച ശിർക്കായ കാര്യങ്ങളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട്. ഇത് രണ്ടിന്റെയും നെല്ലും പതിരും തിരിയുന്നിടത്താണ് നമ്മളുടെ പരലോകം വിജയിക്കാനുള്ള മാർഗം തെളിയുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സാധാരണക്കാരനാണ്, പക്ഷെ കേവല സാധാരണക്കാരനല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദ്ഹ് പറയാത്തവൻ, മദ്ഹിനെ അംഗീകരിക്കാത്തവൻ ഇസ്ലാമിന്റെ വൃത്തത്തിന് പുറത്താണ്. പക്ഷെ ആ മദ്ഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ പദവിക്ക് പരിധിക്ക് അപ്പുറത്തേക്ക് പോയി അത് ആരാധനയുടെ മേഖലയിലേക്ക് പോയാൽ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിലക്കിയതും പരിശുദ്ധ ഖുർആൻ ശിർക്കാണെന്ന് പഠിപ്പിച്ച കാര്യങ്ങളുമാണ് എന്നുകൂടി നമ്മൾ തിരിച്ചറിയുന്നിടത്ത് ശരിയായ ഒരു പ്രവാചക തിരിച്ചറിവ് നമുക്കുണ്ടാകും. അതാ വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, ഫലാ വറബ്ബിക ലാ യുഅ്മിനൂൻ ഹത്താ യുഹക്കിമുക ഫീമാ ശജറ ബൈനഹും. നമ്മൾ വിശ്വാസികളാവണമെങ്കിൽ, ശരിയായ മുഅ്മിനുകളാണെങ്കിൽ, ഹത്താ യുഹക്കിമുക ഫീമാ ശജറ ബൈനഹും, നമുക്കിടയിൽ വ്യത്യസ്താഭിപ്രായങ്ങളുള്ള കാര്യങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തീർപ്പ് കൽപ്പിച്ചാൽ, സുമ്മ ലാ യജിദു ഫീ അൻഫുസിഹിം ഹറജൻ മിമ്മാ ഖലൈത, നബി തങ്ങളുടെ തീർപ്പിൽ പിന്നീട് നമുക്ക് സങ്കടമുണ്ടായിക്കൂടാ, നമുക്ക് എതിർപ്പുണ്ടായിക്കൂടാ, നമുക്ക് വിഷമമുണ്ടായിക്കൂടാ. വയുസല്ലിമു തസ്ലീമ, ആ തീർപ്പിന് സമ്പൂർണമായി സന്തോഷത്തോടുകൂടി നമ്മൾ കീഴൊതുങ്ങുന്നതുവരെ നമ്മുടെ ഈമാൻ ശരിയാവുകയില്ല എന്ന് സൂറത്ത് നിസാഇന്റെ 65-ാമത്തെ വചനത്തിലുണ്ട്. അപ്പൊ ആ തീർപ്പ് ഈ വിഷയത്തിൽ ഇങ്ങനെയാണ്, ഞാനൊരു സാധാരണക്കാരനാണ്, പക്ഷെ നിങ്ങളെപ്പോലെ മറ്റുള്ളവരെ പോലെ ഒരു കേവല സാധാരണക്കാരനല്ല. ഞാൻ അള്ളാഹുവിന്റെ പ്രവാചകനാണ്, ഞാൻ ആരാധിക്കപ്പെടേണ്ടവനല്ല. എനിക്ക് ആദരവ് എനിക്ക് അർഹത അർഹിക്കുന്നുണ്ട്, ഞാൻ ബഹുമാനം അർഹിക്കുന്നുണ്ട്. ഞാൻ എന്റെ ഫലായിലുകൾക്ക് കോട്ടം തട്ടാതെ നിങ്ങൾ കാത്തുരക്ഷിക്കണം. അതിനപ്പുറത്തേക്ക് പോയിക്കൂടാ. ബിദൂനി ഇഫ്രാത്തിൻ വലാ തഫ്രീത്ത് എന്ന് പറയാ. അലസതയും പാടില്ല, അവഗണനയും പാടില്ല, അമിതത്വവും പാടില്ല എന്നാണ് ഭാഷാപരമായി അതിന് പറയാ. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തീർപ്പ്. ഇപ്പൊ നബിയായി ജീവിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം മറ്റുള്ളവർക്ക് മുമ്പിൽ അവതരിപ്പിച്ച് മാതൃകായോഗ്യരായി ജീവിച്ചുകൊണ്ടാണ് നമ്മൾ പ്രവാചക സ്നേഹം പ്രകടിപ്പിക്കേണ്ടത്. നമ്മളിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വ്യക്തിത്വം ലോകം കാണേണ്ടതുണ്ട്. നമ്മുടെ വാക്കിലൂടെ, പ്രവൃത്തിയിലൂടെ, നമ്മുടെ സംസാരത്തിലൂടെ, വേഷവിധാനത്തിലൂടെ, ഭക്ഷണ മര്യാദകളിലൂടെ, നമ്മുടെ ഇടപാടുകളിലൂടെ, പെരുമാറ്റങ്ങളിലൂടെ, നമ്മുടെ ക്രയവിക്രയങ്ങളിലൂടെ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ നാട്ടിൽ ഇങ്ങനെ ആളുകൾക്ക് മുമ്പിൽ അവതരിപ്പിക്കപ്പെടേണ്ടതുണ്ട്. അതാണ് കാലഘട്ടം നമ്മളോട് ആവശ്യപ്പെടുന്നത്. അവിടെയാണ് യഥാർത്ഥ പ്രവാചക സ്നേഹം ഇരിക്കുന്നത്. കൊല്ലത്തിൽ ഒരു മാസം എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടൽ ഉണ്ടാക്കിയിട്ട് ഇനി അടുത്ത കൊല്ലം വരട്ടെ എന്ന് പറയുന്ന ആ ഒരു ദുര്യോഗം നമുക്കുണ്ടായിക്കൂടാ. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ശരിയായ രൂപത്തിൽ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തിരിച്ചറിയാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൃത്യമായ ജീവിതത്തിൽ പഠിച്ചു മനസ്സിലാക്കി അനുധാവനം ചെയ്യുവാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകളെ ലോകർക്ക് മുമ്പിൽ ആ മാതൃകായോഗ്യമായി അവതരിപ്പിക്കുന്നതിന് ആർജവം കാണിക്കാനുമുള്ള തൗഫീഖ് റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹത്വത്തിന്, മഹിമക്ക്, പദവിക്ക് ഒരു വിധത്തിലുള്ള കോട്ടവും തട്ടാത്ത രൂപത്തിൽ ആ പാവനമായ വ്യക്തിത്വത്തെ ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നതോടൊപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പാവനമായ ആ അള്ളാഹു അനുഗ്രഹിച്ച് നൽകിയ ആ മഹത്വത്തിന് അപ്പുറത്തേക്ക് ആരാധനയുടെ പരിധിയിലേക്ക്, വിളിച്ചു പ്രാർത്ഥനയുടെ പരിധിയിലേക്ക് കടന്നു പോകുന്നവർക്ക് തടയിടാനും അവർക്ക് കാര്യങ്ങൾ ബോധ്യപ്പെടുത്താനും ശരിയായ തൗഹീദിന്റെ സുന്നത്തിന്റെ വക്താക്കളായി ജീവിച്ചു മരിക്കാനും റബ്ബ് സുബ്ഹാനഹു വ തആല ഈ സമുദായത്തിന് വിശിഷ്യ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ചെറുതും വലുതുമായ നമ്മുടെ പ്രയാസങ്ങളും രോഗങ്ങളും റബ്ബ് നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി ശിഫയാക്കി പരിഹരിച്ച് നൽകുമാറാവട്ടെ. ആയുസ്സോടെ, ആരോഗ്യത്തോടെ, ഈമാനോടെ, തഖ്വയോടെ, തൗഹീദോടുകൂടി ദീർഘകാലം ജീവിക്കാനും മുത്തഖികളായി മരണപ്പെടാനും റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. മരണപ്പെട്ടുപോയ പ്രിയപ്പെട്ടവരായ നമ്മുടെ സത്യവിശ്വാസികളായ മാതാപിതാക്കൾക്കും, മക്കൾക്കും, ഇണകൾക്കും, സഹോദരങ്ങൾക്കും, കൂട്ടുകുടുംബങ്ങൾക്കും റഹ്മാനായ റബ്ബേ അവരുടെ ഖബറിടങ്ങളെ
വിശാലമാക്കണമേ റഹ്മാനെ. അവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകണമേ റഹ്മാനെ. ജന്നാത്തുൽ ഫിർദൗസിൽ അവരെയും ഞങ്ങളെയും ഒരുമിപ്പിക്കണമേ സുബ്ഹാനെ. ഞങ്ങളുടെ രോഗങ്ങൾ ശിഫയാക്കണമേ റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വയാ ഖാദിയൽ ഹജാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ. അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം واغفر لنا ذنوبنا وخطايانا يا غافر المذنبين. وصلى الله وسلم على محمد.